بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് പരമാവധി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനും അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളെ ക്രമപ്പെടുത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരാൾ മുസ്ലിമായി തീരുന്നത് സാക്ഷ്യ വചനത്തിലൂടെയാണ്. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഈ സാക്ഷ്യവചനമാണ് ഒരു മനുഷ്യനെ മുസ്ലിമാക്കുന്നത്, മുസ്ലിമായി തീരുന്നത്. നമ്മളെല്ലാവരും മുസ്ലിമായി ജീവിക്കുന്നത് ഇത് അംഗീകരിക്കുന്നതിലൂടെയാണ്. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഈ സാക്ഷ്യവചനങ്ങളാണ് ഒരു മനുഷ്യനെ മുഅ്മിനായി മുസ്ലിമായി നിലനിർത്തുന്നത്. അതിലൊന്നാമത്തെ ഭാഗം നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനകൾ, അർത്ഥനകൾ, നേർച്ച വഴിപാടുകൾ, സഹായദാനം, ഇതെല്ലാം അല്ലാഹുവിനുള്ളതാകുന്നു. അള്ളാഹുവിനേക്കാൾ അവലംബിക്കാൻ പറ്റിയ കൂടുതൽ പ്രതിസന്ധിയും പ്രയാസവും ജീവിതത്തിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം? അത് അള്ളാഹുവിൽ നിന്ന് ഒന്ന് മാറ്റിപ്പിടിക്കാം എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥ വിശ്വാസിക്ക് യോജിച്ചതല്ല. അതുകൊണ്ട് മനുഷ്യന്റെ സഹായതേട്ടം, മനുഷ്യന്റെ പ്രാർത്ഥനകൾ, മനുഷ്യന്റെ ആരാധനകൾ, മനുഷ്യന്റെ നേർച്ച വഴിപാടുകൾ, ഇതെല്ലാം അള്ളാഹുവിങ്കലേക്ക് മാത്രം, 1% പോലും മറ്റാരിലേക്കുമില്ല എന്നതാണ് സാക്ഷ്യവചനത്തിന്റെ ഒന്നാമത്തെ ഭാഗം. അഭൗതികമായി, അദൃശ്യമായി, ഗൈബിയായി എന്റെ ജീവിതത്തിൽ ഒരു സഹായം ചെയ്യാൻ, എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു ഉപദ്രവം വരുത്തി വെക്കാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന കൃത്യമായ, കണിശമായ, അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാത്ത ആദർശമാണ് സാക്ഷ്യവചനത്തിന്റെ ആദ്യ ഭാഗം. രണ്ടാമത്തെ ഭാഗം അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യവും ഒരു വിശ്വാസി വളരെ കൃത്യമായി, കണിശമായി അംഗീകരിക്കുമ്പോഴാണ് ഒരാൾക്ക് മുഅ്മിനായി, മുസ്ലിമായി മാറാൻ സാധിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന് പറയുന്നതിലൂടെ മാത്രം നമുക്ക് വിശ്വാസിയാകാൻ കഴിയും. എങ്ങനെയാണ് ഒരു മനുഷ്യൻ പ്രവാചകനിൽ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? പ്രവാചകനിൽ ഒരു മനുഷ്യൻ വിശ്വസിക്കേണ്ടതിന്റെ ഒന്നാമത്തെ ഭാഗം തസ്ദീഖ്. തസ്ദീഖ് എന്നാൽ സത്യപ്പെടുത്തുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും പ്രവർത്തികളും അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യബോധനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഒരാൾ സത്യപ്പെടുത്തണം. പ്രവാചകൻ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ, പ്രവാചകന്റെ ജീവിതത്തിൽ മതപരമായ കാര്യങ്ങളിൽ പ്രവാചകൻ നമ്മളോട് നിർദ്ദേശിച്ചത്
പ്രവാചകൻ നമ്മളോട് പറഞ്ഞത് അത് വെറുതെ പറഞ്ഞതല്ല. അതെങ്ങനെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്? അത് അള്ളാഹുവിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളോട് പറഞ്ഞത് എന്നത് നമ്മൾ സത്യപ്പെടുത്തണം. സംശയം ഉണ്ടാകാൻ പറ്റില്ല. സംശയമുണ്ടായാൽ ഒരാൾ മുസ്ലിം ആകില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ഹവയിൽ നിന്ന് സംസാരിക്കുന്ന ഒരാളല്ല. സ്വന്തം ഇച്ഛക്ക് സ്വന്തം ഇഷ്ടത്തിന് സംസാരിക്കുന്ന ഒരാളല്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. പ്രവാചകന്റെ സംസാരം എന്നത് വഹയിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത്. അപ്പോൾ മതപരമായ ഇസ്ലാമിന്റെ ഒരു കാര്യം, അതായത് നമ്മുടെ വിശ്വാസ രംഗത്ത് നാം പാലിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നത് വെറുതെ പ്രവാചകൻ പറഞ്ഞതല്ല. വെറുതെ നബി ഇങ്ങനെ ഇരിക്കുമ്പോ വെറുതെയാണ് പറയുന്നതല്ല. മറിച്ചോ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന പ്രവാചകന് നൽകിയ വഹയിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ നമ്മളോട് അത് പറയുന്നത്. നമ്മുടെ ആരാധനാ രീതികൾ, നമ്മുടെ നമസ്കാരം എങ്ങനെയാകണം, പ്രവാചകൻ വെറുതെ പറഞ്ഞതാണോ? അല്ല, അല്ലാഹു വഹയി നൽകിയത്. എങ്ങനെയാണ് ഉദുവെടുക്കേണ്ടത്? വഹയി നൽകിയതാണ്. നമ്മുടെ ചെറിയ പെരുന്നാളിന്റെ, അതായത് ഈദുൽ ഫിത്റിന്റെ ആഘോഷം അത് എങ്ങനെയാകണം? വെറുതെ എങ്ങനെ പറഞ്ഞതാണ്? അത് നമുക്കൊന്ന് വെറൈറ്റി ആക്കാന്ന് പറഞ്ഞതാണോ? അല്ല, അത് കൃത്യമായ അല്ലാഹുവിന്റെ വഹയിയാണ്. ഈദുൽ അദ്ഹ കൃത്യമായ വഹയിയാണ്. അപ്പൊ നമ്മുടെ ആരാധനകൾ, നമ്മുടെ അനുഷ്ഠാനം, നമ്മുടെ ജീവിതത്തിലെ ഹലാൽ ഹറാം, ഇത് ഹറാം ഇത് ഹലാൽ വെറുതെ പറഞ്ഞതാണോ? അല്ല. ഈ ലോകത്തിന്റെ സമാധാനപരമായ ക്രമം നിലനിർത്തണം. വെറുതെ ഒരാൾ വിവാഹം കഴിക്കാം, വ്യഭിചരിക്കരുത്, ആളുകളിൽ നിന്ന് സഹായമായി തരുന്നത് വാങ്ങാം, കളവ് നടത്തരുത്, വെറുതെ അങ്ങനെ പറഞ്ഞതാണോ? അല്ല. വെറുതെ പറഞ്ഞതുമല്ല, നാളെ പരലോകത്ത് സ്വർഗം കിട്ടാൻ വേണ്ടി മാത്രം പറഞ്ഞതുമല്ല. മറിച്ചോ ഇതൊക്കെ പറയുന്നതിലൂടെ, ഇതനുസരിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് സമാധാനം കിട്ടണം. അതിനുവേണ്ടി പഠിപ്പിച്ചു തന്നതാ. ഇസ്ലാമിന്റെ നിയമം നിങ്ങൾ അംഗീകരിച്ചോ? ആർക്കാണ് ആദ്യത്തെ മെച്ചം, ആദ്യത്തെ ലാഭാർക്കാർ? ഇസ്ലാം പഠിപ്പിച്ച, ഇസ്ലാം പറഞ്ഞ ഒരു കാര്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ അതിന്റെ ഒന്നാമത്തെ ഗുണഭോക്താവ് ആരാണ്? അത് പ്രാവർത്തികമാക്കുന്ന ആളാണ്. പിന്നെയോ, പിന്നെ കുടുംബമാണ്, സുഹൃത്തുക്കളാണ്, നാട്ടുകാരാണ്, സമൂഹമാണ്, രാജ്യമാണ്, ലോകമാണ്. അപ്പോൾ ഹലാൽ എന്ത്, ഹറാം എന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് പഠിപ്പിച്ചു കൊടുത്തതാണ്. സദാചാര ബോധം എങ്ങനെയായിരിക്കണം, സാമൂഹിക മര്യാദകളിൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇടപെടേണ്ടത്, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട ആഘോഷങ്ങൾ എന്തൊക്കെയാണ്, ഇതൊന്നും വെറുതെ പറഞ്ഞതല്ല. മറിച്ചോ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, ഒക്കെ വഹയിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തന്നതാണ്. മതത്തിന്റെ കാര്യങ്ങൾ. എന്നാൽ ദുനിയാവിന്റെ ചില കാര്യങ്ങൾ, അതോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി. അപ്പോൾ മദീന നിവാസികൾ ഈ ഈത്തപ്പനയുടെ ആൺപനയിൽ നിന്നുള്ള പൊടി പെൺപനയിലേക്ക് ഇങ്ങനെ കൃത്രിമമായി എടുത്തു വെക്കും, പരാഗണം. അല്ലാഹുവിന്റെ റസൂൽ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിനത് ചെയ്യണേ? ഇത് ചെയ്യണ്ടല്ലോ. ഇതൊക്കെ കുറച്ച് കഴിയുമ്പോ ഈത്തപ്പഴം അങ്ങനെ അല്ലാഹു വിചാരിച്ചു കഴിഞ്ഞാൽ ധാരാളമായി ഉണ്ടാകും. അതൊക്കെ അതിന്റെ പ്രവർത്തനം സ്വാഭാവികമായി അങ്ങനെ ആയിക്കോളുന്നു. അപ്പൊ ആ വർഷം അവരെ ചെയ്തില്ല. അപ്പൊ അടുത്ത വർഷം സഹാബിമാരെ പ്രവാചകനോട്, പ്രവാചകരെ ഞങ്ങൾ കഴിഞ്ഞ വർഷം അങ്ങനെ ചെയ്തില്ല, അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഈ വർഷം ഈത്തപ്പഴം കുറവാണ്. അപ്പൊ റസൂൽ അവരോട് പറഞ്ഞത്, ഇന്നമാ അന ബശറുൻ, ഞാനൊരു മനുഷ്യനാണ്. ഇദാ അമർതുകും ബിശൈഇൻ മിൻ ദീനികും ഫഖുദൂഹു ബിഹി. റസൂലുള്ളാഹി അഭിപ്രായം പറഞ്ഞതാണ്, ദീനിന്റെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുക. വൈദാ അമർതുകും ബിശൈഇൻ മിൻ റഈ ഫഇന്നമാ അന ബശറുൻ അൻതും അഅലമു ബിഉമൂരി ദുനിയാകും. നബിയോട് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ, അങ്ങനെ ആവൂലേ? ഞാനൊരു മനുഷ്യനാണ്, ദുനിയാവിന്റെ ഒരു കാര്യം എന്നേക്കാൾ ചിലതൊക്കെ നിങ്ങൾക്ക് അറിയും. അതുകൊണ്ട് അൻതും അഅലമു ബിഉമൂരി ദുനിയാകും, നിങ്ങളാണ് പലതും എന്നേക്കാൾ ദുനിയാവിന്റെ കാര്യം അറിയുന്നത് എന്ന്. അപ്പൊ അടുത്ത വർഷം മുമ്പ് എന്ത് ചെയ്തു? അതെന്നെ ചെയ്തു. അതെന്താണ്? അതൊരു ഭൗതികമായി ചെയ്യേണ്ട ഒരു സംഗതിയാണ്. പക്ഷെ അതിൽ ദീൻ വരുന്ന നിയമങ്ങൾ ഇസ്ലാം പറയും. പഴം കായ്ക്കുന്നതിന്റെ മുൻപ് കച്ചവടം നടത്താൻ പറ്റൂലേ? പറ്റൂല. ഇസ്ലാമിലെ നിയമം അത് നബി പഠിപ്പിച്ചു കൊടുത്തു.
വിൽപ്പന നടത്തുമ്പോൾ ഒരാളെ വഞ്ചിക്കാൻ പാടുണ്ടോ? ഇല്ലേ? പാടില്ല. ഒരാളുമായി കൊണ്ടൊരു കച്ചവടത്തിന്റെ കരാറിൽ ഏർപ്പെട്ടാൽ ആ കരാർ പൂർത്തീകരിക്കണം. ഒരു കാര്യം അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത്. ഒരു ഭക്ഷ്യവിഭവമാകട്ടെ മറ്റേതെങ്കിലും ഒന്നാകട്ടെ, അതിന്റെ നിസാബെത്തി കഴിഞ്ഞാൽ സക്കാത്ത് കൊടുക്കണം. അവിടെ എന്തുണ്ട്? അവിടെ മതത്തിന്റെ നിയമമുണ്ട്. അപ്പൊ അവിടെ മതത്തിന്റെ നിയമം വരും. അപ്പോൾ അതല്ലാത്ത മതപരമായ മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പറ്റും. അപ്പൊ നമ്മുടെ നാട്ടിൽ നിങ്ങൾ പലപ്പോഴും ആലോചിച്ചു, റബീഉൽ അവ്വൽ കടന്നു വരികയാണ്. വളരെ സ്നേഹത്തോടുകൂടി ഞാൻ പറയുന്നത്, വളരെ സ്നേഹത്തോടെ. ചില ആളുകൾ എന്താ പറയുന്നത്, റോഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ റോഡ് ഉണ്ടാക്കണില്ലേ? മദ്രസ ഉണ്ടാക്കണം എന്നുള്ളതിന് എവിടെയെങ്കിലും തെളിവുണ്ടോ? മദ്രസ ഉണ്ടാക്കണില്ലേ? സമ്മേളനം നടത്താൻ എവിടെയെങ്കിലും തെളിവുണ്ടോ? സമ്മേളനം ഉണ്ടാക്കണില്ലേ? വാഹനം ഇന്നത് വാങ്ങണം എന്നുള്ള തെളിവുണ്ടോ? വാഹനം വാങ്ങണില്ലേ? അതേതാ കാര്യം? അത് ദുനിയാവിന്റെ കാര്യമാണ്. എന്നാൽ ആ വാഹനം ഒരാൾക്ക് കൊടുക്കുമ്പോൾ അയാളെ പറ്റിക്കാൻ പാടില്ല എന്നുള്ളത് എന്താണ്? ദീനിന്റെ നിയമമാണ്. റോഡ് നിർമ്മാണം ഏറ്റെടുക്കുന്ന ആൾ സത്യസന്ധമായി നടത്തണം എന്നതെന്താണ്? ദീനിന്റെ കാര്യമാണ്. നിങ്ങൾ മനുഷ്യർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുക, ഇസ്ലാമിന്റെ നിയമങ്ങൾ. അതൊരു പക്ഷേ ഷെഡിൽ വെച്ചാകാം, ഓടിട്ട കെട്ടിടത്തിലാകാം, വലിയ ബിൽഡിങ്ങിലാകാം, ഗ്രൗണ്ടിലാകാം, മരത്തിന്റെ ചുവട്ടിലാകാം. അതൊക്കെ നമ്മുടെ ഓപ്ഷനാണ്. നിങ്ങൾ ഇസ്ലാമിക നിയമങ്ങൾ ആളുകൾക്ക് ദഅവത്ത് ചെയ്യണം. അത് പള്ളിന്റെ ഉള്ളിലാകാം, കുറെ ആളാകുമ്പോൾ ഓഡിറ്റോറിയത്തിലാകാം, കുറച്ചും കൂടി കൂടുതലാകുമ്പോൾ ഒരു പന്തലിലാകാം, കുറച്ചും കൂടി കൂടുതലാകുമ്പോൾ ഒരു കടപ്പുറത്താകാം. അത് ദുനിയാവിൽ തീരുമാനിക്കുന്ന സംഗതിയാണ്. പക്ഷെ ദീനിൽ ഒരു കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം, ആ ജനിച്ച ദിവസം ആഘോഷം നടത്തുന്നത് പുണ്യമാണ്, പ്രതിഫലം ലഭിക്കും, കൂലി കിട്ടും. അതാര് പഠിപ്പിക്കണം? അതാദ്യം അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിക്കാത്തത് ചെയ്താൽ ഓരോരുത്തർ അവരവരുടെ അഭിപ്രായം എങ്ങനെ ദീനിൽ കൂട്ടിച്ചു. അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നുവെങ്കിൽ അത് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുമായിരുന്നു. ഖുർആൻ പറഞ്ഞല്ലോ, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്ന് നിങ്ങളുടെ ദീൻ, അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ നിഅമത്തും ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു നൽകിയിരിക്കുന്നു. നിഅമത്ത് എന്ന് പറഞ്ഞാൽ അദ്ദീൻ, മതം. ഇസ്ലാമിനെ നിങ്ങൾക്ക് ഞാൻ ദീനായി കൊണ്ടും സംതൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. പ്രവാചകനെ തസ്ദീഖ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിശുദ്ധ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ അത് പൂർണ്ണമായി സത്യപ്പെടുത്തുക. അല്ലാത്തത് നമ്മുടെ വകയുണ്ടാകാൻ പാടില്ല എന്നതാണ് ഒന്നാമത്തേത് പ്രവാചകനുമായി ബന്ധപ്പെട്ട് നാം പാലിക്കേണ്ട മര്യാദ. രണ്ടാമത്തേത് പിന്തുടരുക, പ്രവാചകനെ പിൻപറ്റുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, പ്രവാചകരെ നീ പഠിപ്പിച്ചു കൊടുക്കുക, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ, ഫത്തബിഊനി, എങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക, യുഹിബ്ബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ പ്രവാചകനെ പിൻപറ്റണം. പ്രവാചകന്റെ വാക്കുകളെ, പ്രവാചകന്റെ പ്രവർത്തനങ്ങളെ, പ്രവാചകന്റെ അംഗീകാരത്തെ നിങ്ങൾ പിൻപറ്റണം. അങ്ങനെയെങ്കിൽ അള്ളാഹു നിങ്ങളുടെ പാപം പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. ഖുൽ നബിയെ നീ പറയുക, അത്തിഉല്ലാഹ വറസൂല, അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ പ്രവാചകനെയും നിങ്ങൾ അനുസരിക്കണം, നിങ്ങൾ ഇതാഅത്ത് ചെയ്യണം. فإن تولوا فإن الله لا يحب الكافرين. പ്രവാചകനെ അനുസരിക്കുന്നതിൽ നിന്ന് നിങ്ങൾ പിന്മാറിപ്പോയാൽ അങ്ങനെയുള്ള നിഷേധികളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. പ്രവാചകനെ പിൻപറ്റുക എന്നത് പ്രവാചകനോടുള്ള ഇഷ്ടമാണ്. അത് ഏതിനെയാണ് പിൻപറ്റേണ്ടത്? പ്രവാചകൻ പറഞ്ഞു തന്ന കാര്യത്തെ പിൻപറ്റണം. നിങ്ങൾ ആലോചിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകൻ 23 വർഷം ജീവിച്ചു. ചില കാര്യങ്ങളൊക്കെ പ്രവാചകൻ പറയാൻ വിട്ടുപോയതേയിരിക്കും എന്ന് വിചാരിച്ച് ഓരോരുത്തരും അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് മതത്തിൽ പലതും കൂട്ടിച്ചേർത്താലോ? ദുനിയാവിൽ കൂട്ടിച്ചേർക്കാം. അത് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ? അത് ഖുർആനിൽ തെളിവുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റില്ല. ഒരാൾക്ക് ഒരു സ്ഥലത്തേക്ക് യാത്ര പോകണം, അപ്പൊ അയാൾ പറയാം, പ്രവാചകന്റെ കാലത്ത് നടന്നല്ല പോയിരുന്നത്, ഒട്ടകപ്പുറത്തല്ല പോയിരുന്നത്, ബസ്സിന് പോകണം എന്നതിന് എന്താണ് തെളിവ്?
ദുനിയാവിന്റെ കാര്യമാണ്. ഒരാൾ ബസ്സിനോ ട്രെയിനിനോ ഫ്ലൈറ്റിനോ നടന്നോ എങ്ങനെയും പോകാം. ഒരാൾക്കൊരു വീടുണ്ടാക്കുമ്പോ ഗ്രാനൈറ്റ് ഇടണോ മാർബോണൈറ്റ് ഇടണോ അത് അയാളുടെ ഇഷ്ടമാണ്. ഒരു കൃഷി നടത്തുമ്പോ ഈ വർഷം ഏത് വിത്താണ് പാകേണ്ടത് അയാളുടെ ഇഷ്ടമാണ്. കാരണം അത് ഏതാണ്? ദുനിയാവാണ്. എന്നാൽ ഒരാൾ ദീനിൽ അഭിപ്രായം പറയാം. ഏതായാലും ഇപ്പൊ എല്ലാ ആളുകളും സുബൈക്ക് പള്ളിക്ക് പോയിരാണ്. എന്താ 2 റക്അത്ത് നിസ്കരിച്ചിട്ട്? അയാള് ചോദിക്കും എന്താ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നമുക്ക് 3 റക്അത്ത് ആക്കിയാലോ? നബി എങ്ങാനും ചിലപ്പെങ്കിലും നമുക്ക് പ്രയാസാകുമെന്ന് വിചാരിച്ച് 2 റക്അത്ത് ആക്കിയതായിരിക്കും എന്നൊരാൾ അഭിപ്രായം പറഞ്ഞാലോ ശരിയല്ല. അയാൾ ദീനിൽ കടത്തിക്കൂട്ടിയ ആളാണ്. മയ്യത്ത് നിസ്കാരം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അഖറബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദുൻ. ഒരു മനുഷ്യൻ അല്ലാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്ന സമയം സുജൂദ് ചെയ്യുന്ന സമയമാണ്. ഒരാൾ പറയാം എന്റെ വാപ്പയാണ് മരിച്ചത്, എന്റെ ഉമ്മയാണ് മരിച്ചത്, എന്റെ ഭാര്യയാണ് മരിച്ചത്, എനിക്ക് ഈ മയ്യത്ത് നിസ്കാരത്തിൽ ഒരു സുജൂദ് ചെയ്യണം. മയ്യത്ത് നിസ്കാരം പെട്ടെന്ന് തീരുമല്ലോ. 4 തക്ബീറുള്ളൂ, അല്ലാഹു അക്ബർ, പെട്ടെന്ന് തീരുന്ന നിസ്കാരമാണ്. സുജൂദില്ല, റുകൂഇല്ല, ഒന്നുമില്ല. പക്ഷെ ഒരാൾ പറയാം എന്താ ഈ മയ്യത്ത് നിസ്കാരത്തിൽ ഒരു സുജൂദ് ചെയ്താല് പറ്റൂല. സുജൂദ് ചെയ്യുമായിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സുജൂദ് ചെയ്തിരുന്നു. കുതിരയെ ഭക്ഷിക്കാം, വിരോധമല്ല. അപ്പൊ ഒരാൾ ചോദിക്കാം കുതിരയെ ഭക്ഷിക്കല്ലോ, എന്നാ പിന്നെ എന്തുകൊണ്ട് കുതിരയെ ഉദൂഹിയത്ത് അറുത്തുകൂടാ? കുതിരയെ എന്തുകൊണ്ട് ഉദൂഹിയത്ത് അറുത്തുകൂടാ? അറുത്തിട്ടില്ല, പ്രവാചകനിൽ നിന്ന് നിർദ്ദേശമില്ല, അതുകൊണ്ട് അത് ഉദൂഹിയത്ത് അറുക്കാൻ പറ്റൂല. ഒരാൾ പറയണം ജുമഅക്ക് ശേഷം നമുക്ക് 2 റക്അത്ത്, ജുമഅയുടെ നമസ്കാരം 2 റക്അത്ത് എന്നുള്ളത് എന്താ അത് മാത്രം 2 റക്അത്ത്? എന്താ 4 റക്അത്ത് നിസ്കരിച്ചാൽ വെള്ളിയാഴ്ചയല്ലേ കൂലി കൂടുതൽ കിട്ടൂലേ? പറ്റൂല. അള്ളാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. വെള്ളിയാഴ്ച മാത്രം സുന്നത്ത് എന്തുകൊണ്ട് ജമാഅത്തായി നമസ്കരിച്ചുകൂടാ? പറ്റൂല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ വെള്ളിയാഴ്ച മാത്രം നിങ്ങൾ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കരുത്. വെള്ളിയാഴ്ച മാത്രം സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കരുത്. ലാ യസൂമന്ന അഹദുക്കും യൗമൽ ജുമഅ ഇല്ലാ യൗമൻ ഖബ്ലഹു ഔ ബഅദഹു. ഒന്നുകിൽ വ്യാഴവും വെള്ളി അല്ലെങ്കിൽ വെള്ളിയും ശനി. എന്താ ഇപ്പോ വെള്ളിയാഴ്ച സുന്നത്ത് നോമ്പ് നോറ്റാല്? ഇത് ദീനാണ്. നമുക്ക് നല്ലതാണെന്ന് അങ്ങനെ തോന്നും. ഓരോരുത്തർക്കും നല്ലതാണ് എന്ന് തോന്നുന്നത് വിശുദ്ധ ഇസ്ലാം എന്ന മതത്തിന്റെ പേരിൽ ചാർത്തിക്കഴിഞ്ഞാൽ ഈ ദീനല്ലാതായി മാറും. അതാണ് പല പ്രദേശങ്ങളിൽ ചൊല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഞങ്ങൾ ഈ അടുത്ത് വേറെ സ്റ്റേറ്റിൽ പോയപ്പോ അവിടെയുണ്ട് ഒരു കറുത്ത കുതിര ഒരു പള്ളിന്റെ മുമ്പിൽ. അത് അന്നത്തോലെ വലിയൊരു ആരാധന മുഹറവുമായി ബന്ധപ്പെട്ട. പിന്നെ കുതിരയുമായി ബന്ധപ്പെട്ട അവർക്ക് തോന്നാണ് അതാണ് ഭയങ്കര ഉഷാർ. എന്താ നബിന്റെ കാലത്ത് കുതിരയല്ലേ ഏറ്റവും നല്ലൊരു കുതിര. പിന്നെ കുറെ ആഘോഷങ്ങൾ, ഓരോരുത്തർക്കും ഇഷ്ടമുള്ള സംഗതികൾ. അപ്പോൾ മതം എന്ത് ചെയ്യും? പൊളിഞ്ഞു പോകും. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിക്കുന്ന കാലത്ത് ക്രൈസ്തവ സമൂഹം ക്രിസ്തുമസ് ആഘോഷിച്ചിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ജീവിക്കുമ്പോ അവിടെ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു, ജൂതരുണ്ടായിരുന്നു, ബഹുദൈവ വിശ്വാസികൾ ഉണ്ടായിരുന്നു, മതമില്ലാത്തവരുണ്ടായിരുന്നു. ക്രിസ്ത്യാനികളായ ആളുകൾ ക്രിസ്തുമസ് ആഘോഷിച്ചിരുന്നു. എപ്പോഴെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞോ നിങ്ങൾക്ക് എന്തുകൊണ്ട് എന്റെ ജന്മദിനം ആഘോഷിച്ചുകൂടാ എന്ന് പ്രവാചകൻ ചോദിച്ചില്ല. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചില്ല. അതുകൊണ്ടാണ് ആ ചോദിക്കാത്തത് കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം അല്ലാഹുവിന്റെ റസൂലിന്റെ മരണത്തിന് ശേഷം പ്രവാചകന്റെ ഭാര്യയുടെ പിതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ആ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവാണ് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മരണശേഷം 2 വർഷവും 3 മാസവും 10 ദിവസവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തി. 3 റബീഉൽ അവ്വലിന് ചാൻസ് ഉണ്ടായിരുന്നു, ആഘോഷിച്ചില്ല. കാരണം എന്താ? അല്ലാഹുവിന്റെ റസൂൽ ആഘോഷിച്ചിട്ടില്ല, അള്ളാഹുവിന്റെ റസൂൽ മധുരം നൽകിയിട്ടില്ല, പ്രവാചകനിൽ നിന്നുള്ള കൽപ്പനയില്ല. ആഘോഷിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ മൗനം നൽകിയിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങും തണലുമായ രണ്ടാലൊരു ഉമറിനെ കൊണ്ട് അല്ലാഹുവേ എന്നെ ഈ ദീനിനെ നീ സഹായിക്കണം റബ്ബേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചിരുന്നു. ഒന്ന് അബൂജഹലിനെ ആയിരുന്നു പ്രവാചകൻ ഉദ്ദേശിച്ചിരുന്നത്, ഒന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ആയിരുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. 10 വർഷവും 6 മാസവും 10 ദിവസവും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തി. 1 വർഷം പോലും റബീഉൽ അവ്വൽ ആഘോഷിച്ചിട്ടില്ല.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പെൺമക്കളുടെ ഭർത്താവ് ദുന്നൂറൈൻ, 2 പ്രകാശങ്ങളുള്ളവൻ എന്ന് അറിയപ്പെടുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഒന്ന് റുഖിയ റളിയല്ലാഹു അൻഹ, മറ്റൊന്ന് ഉമ്മു കുൽതൂം റളിയല്ലാഹു അൻഹ. ഈ 2 പ്രവാചകന്റെ പെൺമക്കളെ വിവാഹം കഴിച്ചു ആര്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 11 വർഷവും 11 മാസവും 10 ദിവസവും ഭരണം നടത്തി. 11 റബീഉൽ അവ്വലിന് ചാൻസ് ഉണ്ടായിരുന്നു, ആഘോഷിച്ചിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് താങ്ങും തണലുമായി മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സംരക്ഷകനായി ആ വിരിപ്പിൽ കിടന്നുകൊടുത്ത പ്രവാചകന്റെ ഖിത്അത്തു കബ്ദി, എന്റെ കരളിന്റെ കഷ്ണം എന്ന് പറഞ്ഞ പ്രവാചകന്റെ മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 4 വർഷവും 9 മാസവും 4ാമത്തെ ഖലീഫയായി ഭരണം നടത്തി. 5 റബീഉൽ അവ്വൽ ആഘോഷിക്കുവാനുള്ള അവസരമുണ്ടായിരുന്നു, ആഘോഷിച്ചിട്ടില്ല. അതാണ് ദീൻ എന്ന് പറയുന്നത്. എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഇത് വളരെ ലഘുവായി, വളരെ സിമ്പിളായി. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ മതമല്ലാത്തതെല്ലാം പഠിക്കാൻ ആളുകൾ സമയം കണ്ടെത്തും. മതമല്ലാത്തതെല്ലാം പഠിക്കാൻ സമയം കണ്ടെത്തും. മതമോ പാരമ്പര്യമായി അറിഞ്ഞതിൽ നിന്ന്, കേട്ടതിൽ നിന്ന്. അതാണ് പലപ്പോഴും 29 വർഷവും 6 മാസവും 19 ദിവസവും ഖലീഫമാർ ഭരണം നടത്തി. ആഘോഷിച്ചിട്ടില്ല. ഞാൻ സൂചിപ്പിച്ചത് പ്രവാചകനെ പിൻപറ്റുക എന്നാൽ പ്രവാചകന്റെ വാക്കുകളെ പിൻപറ്റുക എന്നതാണ്. പ്രവാചകന്റെ വാക്കുകളെ പിൻപറ്റുക. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞല്ലോ, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എല്ലാവരും സ്വർഗ്ഗത്തിലേക്ക് പോകും, ഇല്ലാ മൻ അബാ, നിഷേധിച്ചവൻ ഒഴികെ. മൻ അത്വാഅനി ദഖലൽ ജന്ന, ആരാണോ എന്നെ അനുസരിച്ചവൻ അവൻ സ്വർഗ്ഗത്തിലേക്ക് പോകും. വമൻ അസ്വാനി ഫഖദ് അബാ, ആരാണോ എന്നെ ധിക്കരിച്ചവൻ അവന് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശനമില്ല എന്നതാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, സാക്ഷ്യവചനത്തിലെ 2 പദങ്ങളാണ്. ഒന്നാമത്തേത് അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അത് എവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആ സാക്ഷ്യവചനം ഖുർആനിൽ നിന്ന് മനസ്സിലാക്കണം, പ്രവാചകന്റെ ശരീരയിൽ നിന്ന് മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അതെന്താണ്? പ്രവാചകൻ പറഞ്ഞതിനെ തസ്ദീഖ് ചെയ്യുക, സത്യപ്പെടുത്തുക. രണ്ടാമത്തേത് പ്രവാചകനെ ഇത്തിബാഅ് ചെയ്യുക, പ്രവാചകന്റെ കൽപ്പനകളെ മാത്രം പിൻപറ്റുക. അതാണ് പ്രവാചകനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട കുറെ വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചകളിൽ സൂചിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പ്രവാചകനെയും വിശുദ്ധ ഇസ്ലാമിനെയും അതിന്റെ പ്രമാണങ്ങൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും പഠിക്കുന്ന നല്ല സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.